ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇതുവരെ നമ്മൾ കേട്ടതും കണ്ടതും അതിർത്തികളിലെ വെടിവയ്പ്പുകളെക്കുറിച്ചും നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുമാണെങ്കിൽ ഇപ്പോൾ പോരാട്ടം മാറുകയാണ്, കളി മാറുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കം ഇപ്പോൾ നടക്കുന്നത് ഹിമാലയത്തിൽ നിന്നൊഴുകുന്ന നദികളിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെനാബ് നദിയിൽ 260 മെഗാവാട്ടിന്റെ ദുൽഹസ്തി സ്റ്റേജ് 2 എന്ന വമ്പൻ ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നു. 65 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെനാബ് നദിയിലെ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ അതിവേഗം പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്ര ധൃതി കാണിക്കുന്നത്? പാകിസ്ഥാൻ ഇതിനെ ഇത്രയധികം ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ജലത്തെ ആയുധമാക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്താണ് ഈ പ്രൊജക്ട്? പരിശോധിക്കാം. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി EAC ഈ പ്രൊജക്ടിന് ക്ലിയറൻസ് നൽകിയതോടെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 3200 കോടി രൂപ ചെലവ് വരുന്ന ഒരു റൺ ഓഫ് ദി റിവർ പ്രൊജക്റ്റാണിത്. അതായത് വലിയ ഡാമുകൾ കെട്ടി വെള്ളം സംഭരിക്കാതെ നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു രീതി. നിലവിലുള്ള ദുൽഹസ്തി സ്റ്റേജ് 1 പ്രൊജക്ടിന്റെ തന്നെ തുടർച്ചയാണിത്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ ഇനി ടെൻഡർ നടപടികളിലേക്ക് സർക്കാരിന് കടക്കാം. ദുൽഹസ്തി സ്റ്റേജ് 2 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പവർ പ്രൊജക്ട് മാത്രമല്ല, ഇതിനൊരു വലിയ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ചെനാബ് നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതിനാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ജമ്മു കാശ്മീരിന്റെ വികസനത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിന്ധു നദീതടത്തിലെ പ്രൊജക്ടുകൾക്ക് ഇന്ത്യ വലിയ മുൻഗണനയാണ് നൽകുന്നത്. കിഷൻ ഗംഗ, രത്ലെ, സാവൽകോട്ട് എന്നീ പ്രൊജക്ടുകൾ അതിവേഗം പൂർത്തിയാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പേൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ വലിയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. അതായത് പാകിസ്ഥാൻ ഭീകരവാദം നിർത്തുന്നതുവരെ ഈ കരാർ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യ നൽകില്ല എന്ന അർത്ഥം. അതായത് പാകിസ്ഥാൻ നടത്തുന്ന പ്രോക്സി വാറിന് മറുപടിയായി തങ്ങളുടെ ജലാവകാശം പൂർണ്ണമായി ഉപയോഗിക്കാനാണ് ന്യൂഡൽഹി തീരുമാനിച്ചിരിക്കുന്നത്. ചെനാബ് നദിയിൽ മാത്രം 4 പ്രധാന പ്രൊജക്ടുകൾക്കാണ് ഇന്ത്യ വേഗത കൂട്ടിയിരിക്കുന്നത്. 850 മെഗാവാട്ടിന്റെ റാറ്റൽ, 1000 മെഗാവാട്ടിന്റെ പകൽദുൽ, 625 മെഗാവാട്ടിന്റെ കിരു, അതുപോലെ 540 മെഗാവാട്ടിന്റെ ക്വാർ. ഇവ കൂടാതെയാണ് ഏറ്റവും പുതിയതായി 260 മെഗാവാട്ടിന്റെ ദുൽഹസ്തി സ്റ്റേജ് 2 എന്ന പ്രൊജക്ടിന് പരിസ്ഥിതി അനുമതി നൽകിയത്. ഈ പ്രൊജക്ടുകൾ പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിലെ ഊർജ്ജ പ്രതിസന്ധി തീരുമെന്ന് മാത്രമല്ല, നദീജലത്തിന്മേൽ ഇന്ത്യക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കുകയും ചെയ്യും. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് സിന്ധു നദീജല കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ത്യ ചെനാബ് നദിയിലെ വെള്ളം വഴിതിരിച്ചുവിടാനും അതുവഴി പാകിസ്ഥാനിലെ കൃഷിയെ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. പാകിസ്ഥാൻ സെനറ്റർ ഷെരി റഹ്മാൻ ഇതിനെ ജലയുദ്ധം, വാട്ടർ വെപ്പണൈസേഷൻ എന്നാണ് വിളിച്ചത്. ഇന്ത്യ ഒരു തരത്തിലുള്ള വിവരങ്ങളും പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നില്ല എന്നും അവർ പരാതിപ്പെടുന്നു. അവരുടെ ആശങ്കകൾ പ്രധാനമായും 3 കാര്യങ്ങളിലാണ്. ഒന്നാമതായി ഫ്ലോ മാനിപ്പുലേഷൻ, അതായത് ഇന്ത്യ ഡാമുകൾ നിർമ്മിക്കുന്നതോടെ നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കൃഷി സമയത്ത് വെള്ളം തടഞ്ഞുവെക്കാനും മഴക്കാലത്ത് വെള്ളം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് അവർ ഭയപ്പെടുന്നു. അടുത്തതായി രണ്ടാമതായിട്ട് കരാറിന്റെ ലംഘനമാണ്. അതായത് കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ ഭൂരിഭാഗം അവകാശവും പാകിസ്ഥാനാണ്. ഇന്ത്യ വിവരങ്ങൾ പങ്കുവെക്കാതെ പ്രൊജക്ടുകൾ നടത്തുന്നത് കരാർ ലംഘനമാണെന്നാണ് അവരുടെ വാദം. പിന്നെ ഫുഡ് സെക്യൂരിറ്റിയാണ്. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി പൂർണ്ണമായും ഈ നദികളെ ആശ്രയിച്ചിട്ടാണ്. വെള്ളം കുറഞ്ഞാൽ അത് അവരുടെ ഭക്ഷണ സുരക്ഷയെ ബാധിക്കുമെന്ന് ഉറപ്പല്ലേ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. ഇന്ത്യ തങ്ങളുടെ പ്രൊജക്റ്റുമായി ഈ എല്ലാ പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സൂചന. അതെ, ഇന്ത്യയുടെ ഭാഗം വ്യക്തമാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യക്ക് എന്നും ഒരു തിരിച്ചടിയായിരുന്നു. 80% വെള്ളം പാകിസ്ഥാന് നൽകുന്ന ഈ ഒരു കരാറ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉദാരമായ കരാറുകളിൽ ഒന്നാണ്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തോട് ഇത്രയും ഉദാരത കാണിക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ പുതിയ നയം. അതോടൊപ്പം തന്നെ റൺ ഓഫ് ദി റിവർ പ്രൊജക്ടുകൾ വഴി വെള്ളം പൂർണ്ണമായി തടയുകയല്ല, മറിച്ച് വൈദ്യുതി നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇന്ത്യ ആവർത്തിക്കുന്നു.
ഈ ഹൈഡ്രോ പവർ പ്രൊജക്ടുകൾ വെറും ഊർജ്ജ ഉൽപാദനത്തിന് മാത്രമല്ല, കശ്മീരിലെ സാമ്പത്തിക വികസനത്തിന് ഇത് വലിയ ഊർജ്ജം നൽകും. ഏകദേശം 4000 മെഗാവാട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇത് പൂർത്തിയാകുന്നതോടെ മേഖലയിലെ പവർ ഗ്രിഡ് കൂടുതൽ ശക്തമാകും. പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര കോടതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ തങ്ങളുടെ സുവെർണിറ്റി പരമാധികാരം ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഹിമാലയൻ നദികളിലെ ഈ പോരാട്ടം വെറും വെള്ളത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് തെക്കൻ ഏഷ്യയിലെ അധികാരത്തിന്റെ ബാലൻസിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്രം പാകിസ്ഥാനെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കുമോ അതോ ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുമോ? വെള്ളത്തിനെ ചൊല്ലിയുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യ പാക് ബന്ധത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം.